നമുക്കിന്ന് അടിപൊളി പോർക്കും കൂർക്കയും വെച്ച് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റ് ഉള്ളത്. ഇന്ന് കുറച്ച് പോർക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് വയ്ക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് പോർക്കും കൂർക്കയാണ് വയ്ക്കാൻ പോണേ. നല്ല കോമ്പിനേഷനല്ലേ അത്. അപ്പോൾ അത് വയ്ക്കാൻ നോക്കാം കേട്ടോ. വേപ്പില, ഇഞ്ചി, പച്ചമുളകല്ല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പച്ചമുളക് നമ്മൾ ആദ്യം ഇട്ടുമല്ലോ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാൾ നല്ലത് ചതക്കണം, നല്ല പോലെ ചതച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് മറ്റേ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാം. അത് കുറച്ചധികം തന്നെ ഇടാം. നമ്മൾ വേറെ മസാല വേറെ ഒന്നും ചേർക്കണില്ല, മസാലപ്പൊടികൾ. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം. നമുക്ക് പോർക്കിലേക്കുള്ള പൊടികൾ വറുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ആദ്യം പൊടികൾ വറുക്കുക. അധികം വയ്ക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് പൊടി എടുക്കുക. ഇത് 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ കയ്യിലളവാണത്, കയ്യിൽ. മുളക് പൊടിയും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് എൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് പൊടികളിൽ ചേർക്കൽ. പൊടി ഇപ്പോൾ വറുത്ത് പാകാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഈ കളർ ഇത് ഡാർക്ക് ബ്രൗൺ ആണ്. ഇപ്പോൾ ക്യാമറയുടെ വെളിച്ചത്തിൽ എങ്ങനെ കളർ ആണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക്. ഇത് നല്ല ബ്രൗണായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പോർക്കിലേക്ക് ഇട്ട് പുരട്ടാം. വറുത്ത പൊടി നമുക്ക് പോർക്കിലേക്ക് ചേർക്കാം. നല്ല പോലെ എല്ലാ പൊടിയും എല്ലാം, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടിയിട്ടത് നല്ലപോലെ കൂട്ടി മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി നന്നാക്കി എടുക്കണം, തൊലി കളഞ്ഞെടുക്കണം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി ഉള്ളി ഇടാം നമുക്ക്. ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഇതിലിടാൻ പോണത്. ഉള്ളി ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത് ഇടാം കേട്ടോ. ഇത് നല്ല പോലെ വഴറ്റണം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നല്ല പോലെ വഴന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പോർക്കും കൂർക്കയുള്ളത് ഒരുമിച്ചിടാം. ഇത് പോർക്കും കൂർക്കയും കൂടി നമുക്കിനി നല്ല പോലെ മിക്സ് ചെയ്ത്, ഉള്ളിയൊക്കെ വഴന്നുണ്ടല്ലോ, ആ വഴന്ന ഉള്ളിയും ഇതും കൂടി നല്ല പോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നമുക്കിത് വേവാൻ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് അത്യാവശ്യം വെള്ളം വേണമല്ലോ ഇത് വേവാനായിട്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ കറിയിൽ കുറച്ച് ഗരം മസാല ചേർക്കാം കേട്ടോ. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച്, ഇവിടെ മറ്റ് മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം. സ്വന്തം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമല്ലേ വേണ്ടുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. പോർക്കും കൂർക്കയും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്നെ ലൈക്ക് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണില്ല കേട്ടോ. എല്ലാവരും കണ്ടുപോകുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ലല്ലോ.